നമസ്കാരം. ഇന്നലെ രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. കേരളത്തിൽ 20 സീറ്റുകളിലും വിധി എഴുതുകയും ചെയ്തു. പൊതുവെ 2014 2019 താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് 2024 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്തായാലും കേരളത്തിൽ BJP ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന ഒന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ്. അതിനുശേഷം അവർക്ക് വലിയ വിജയപ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഈ തിരുവനന്തപുരത്ത് ഇന്നലെ തീരദേശ മേഖലയിൽ ഉയർന്ന പോളിംഗ് തന്നെ രേഖപ്പെടുത്തി. ഇത് മൂന്ന് മുന്നണികൾക്കും CPIക്കും കോൺഗ്രസിനും BJPക്കും ഒരുപോലെ തന്നെ പ്രതീക്ഷയും അതിനോടൊപ്പം കുറച്ച് ആശങ്കയും സമ്മാനിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ജയപരാജയങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് തിരുവനന്തപുരത്തെ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് നമുക്കറിയാം. ആ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കൊപ്പമാണോ അവർ മാത്രമേ തിരുവനന്തപുരത്ത് വിജയിച്ച ചരിത്രവുമുള്ളൂ. ആര് ജയിച്ചാലും ചെറിയ ഭൂരിപക്ഷമേ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി മുന്നണികൾ മൂന്നും ഇതിനോടകം കണക്ക് കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് മണ്ഡലങ്ങൾ ഒന്നും തന്നെ എത്തിയിട്ടില്ല. പക്ഷേ ഉയർന്നാണ് തീരദേശ മേഖലയിൽ മാത്രം പോളിംഗ് രേഖപ്പെടുത്തി കണ്ടത്. പാറശാല, നെയ്യാറ്റിൻകര, കോവളം എന്നിവിടങ്ങളിലെ പോളിംഗ് ശതമാനം 70% മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മുന്നണികൾക്കും വലിയ പ്രതീക്ഷയും അതിനോടൊപ്പം തന്നെ ആശങ്കയും ഉള്ളത്. നമുക്കറിയാം, ഈ തീരദേശ മേഖലയിൽ BJPയുടെ ഒരു കടന്നുകയറ്റം രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചരണ ഘട്ടത്തിന്റെ അവസാന നാളുകളിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ തീരദേശ മേഖലയുടെ പ്രശ്നങ്ങൾ കേൾക്കുക മാത്രമല്ല, മറിച്ച് അതിന് അടിയന്തരമായി പരിഹാരം നൽകുക കൂടി രാജീവ് ചന്ദ്രശേഖർ ചെയ്തിരുന്നു. അങ്ങനെ തീരദേശ മേഖല, ഈ കോൺഗ്രസിന്റെ ഒരു വോട്ട് ബാങ്കായ തീരദേശ മേഖലയിലേക്ക് പതിയെങ്കിലും കടന്നു കയറാൻ BJPക്ക് സാധിച്ചിരുന്നു. തന്നെയുമല്ല, ന്യൂനപക്ഷ നേതാക്കൾ കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങി പോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ തീരദേശ മേഖല എന്തുകൊണ്ടാണ് ഈ വിധം പരുവപ്പെട്ടത് എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കുറഞ്ഞതൊരു 5 വർഷമെങ്കിലും പിന്നോട്ട് നമ്മൾ നടക്കേണ്ടതുണ്ട്. കാരണം അന്ന് നിർമ്മല സീതാരാമൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ്. ആ സമയത്തായിരുന്നു കേരളത്തിൽ ഓഖി സംഹാര താണ്ഡവമാടിയത്. ആ സമയത്ത് ഞങ്ങൾക്ക് കൊലയാളിയായ പിണറായി വിജയനെയും ശവംതീനിയായ മേഴ്സിക്കുട്ടി അമ്മയെയും ഒന്നും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ തീരദേശം നെഞ്ചലച്ച് കരയുന്നത് കേരളം മുഴുവൻ കണ്ടതാണ്. ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രിയെ കണ്ടാൽ മതി എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളും ബന്ധുക്കളും ഒക്കെ അവിടെ തടിച്ചുകൂടിയത്. മുഖ്യമന്ത്രി സംസാരിച്ച് മടങ്ങുന്നതിനിടെ വലിയ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് എത്തുകയും അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് 3 മിനിറ്റിന് ശേഷം ഈ വാഹനം തടഞ്ഞു വെച്ച് 3ഓളം മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ പോലും കയറാൻ സാധിക്കാതെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കാറിലായിരുന്നു തിരികെ മടങ്ങിപ്പോയത്. അങ്ങനെ ഒരു വലിയ കാഴ്ച, അത് ഒരുപക്ഷെ കേരളത്തിന് വളരെ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കൂ. ഏത് ദുരന്ത മേഖലയിൽ കടന്നു ചെന്നാലും മുഖ്യമന്ത്രിക്ക് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ മാത്രമേ കേരളം അതിന് മുൻപ് വരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിലെ നട്ടലുള്ള ജനങ്ങൾ അവർ കൃത്യമായി തന്നെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ദുരന്ത മുഖത്ത് നിൽക്കുന്ന ആളുകളോട്, അതിവൈകാരികമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കൃത്യമായ പാഠം ആ സമയത്ത് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് നൽകുകയും ചെയ്തിരുന്നു. സംസ്ഥാന നേതാക്കളൊക്കെയും കണ്ടു പഠിക്കേണ്ട ഒരു മികച്ച പ്രസംഗം തന്നെയാണ് അവരവിടെ കാഴ്ചവെച്ചത്. വെറുതെ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, മറിച്ച് പ്രവർത്തിച്ചു എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുക കൂടി വേണം എന്നുള്ള ഒരു കാര്യത്തിന് അവർ അടിവരയിടുകയും ചെയ്തു. ഭരണ നിർവഹണത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അവർ ക്ഷമാപൂർവ്വം ആളുകളെ കേട്ടിരിക്കുകയുള്ളൂ. അക്രമാസക്തരായി നിന്ന പൂന്തുറയിലെ ആളുകൾക്കിടയിലേക്ക് അനുനയവുമായാണ് നിർമ്മല സീതാരാമൻ എത്തിയത്. ആദ്യം എതിർത്ത ആളുകൾ പിന്നീട് നിർമ്മല സീതാരാമന് ജയ് വിളിക്കുന്ന, അവർക്ക് കൈയടിക്കുന്ന ഒരു കാഴ്ചയാണ് ആ സമയത്ത് കണ്ടത്. വലിയ തോതിൽ തന്നെ ഈ പ്രസംഗം വൈറലായി. മറ്റ് പല ആളുകളും അതിനെ വിശകലനം ചെയ്തു. ഇങ്ങനെ വേണം ദുരന്ത മുഖത്തുള്ള ആളുകളോട് സംസാരിക്കാൻ. വളരെ വ്യക്തിപരമായി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാസിക്കേണ്ട ഇടത്ത് ശാസിച്ചും കേട്ടിരിക്കേണ്ട സമയത്ത് അനുകമ്പയോടുകൂടി കേട്ടിരിക്കേണ്ട സമയത്ത് അങ്ങനെ ക്ഷമാപൂർവ്വം കേട്ടിരുന്നുമൊക്കെയാണ് നിർമ്മല സീതാരാമൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് സംസാരിച്ചത്. അവർക്കിടയിൽ നിന്നുകൊണ്ട് അവരിലൊരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെയും സംസ്ഥാന നേതാക്കൾക്ക് വലിയ തോതിലുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖല ഇന്നോ ഇന്നലെയോ അല്ല BJPയോടുള്ള ചായ്വ് കാണിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാരോടുള്ള ഒരു സ്നേഹം കാണിച്ചു തുടങ്ങിയത്. അതിന് വിത്തിട്ടത് നിർമ്മല സീതാരാമൻ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹവും സംസാരിച്ചത്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ പോലും ന്യൂനപക്ഷ മേഖലയിൽ സമഗ്രമായ വികസനം കൊണ്ടുവരണം, അവിടെയുള്ള യുവാക്കൾക്ക് ജോലി നൽകേണ്ടതുണ്ട് തുടങ്ങി കൃത്യ
കൃത്യമായ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരുന്നു പ്രചരണ രംഗത്ത് ഉൾപ്പെടെ നിറഞ്ഞു നിന്നത്. എന്തായാലും അതുതന്നെയാണ് തീരദേശ മേഖലയിൽ BJPക്ക് ഇത്തവണ കുറച്ചധികം ആത്മവിശ്വാസം ഉണ്ടാകാൻ കാരണമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ശശി തരൂരിന് വലിയ ഭൂരിപക്ഷം സമ്മാനിച്ചത് ലത്തീൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളുമായിരുന്നു. അതൊക്കെ ഇത്തവണയും തങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസം UDFന് ഇക്കുറിയുമുണ്ട്. അതേസമയം നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ എന്നിവിടങ്ങളിൽ കാലിടറിയാലും തീരദേശ മേഖലയിൽ നിന്നുള്ള വോട്ട് കൊണ്ട് തങ്ങൾ വിജയിച്ച് കയറും എന്നുകൂടി അവർ മനക്കോട്ട കെട്ടുന്നുണ്ട്. പക്ഷേ ഈ തീരദേശ മേഖലയിലേക്ക് BJPയുടെ ഒരു കടന്നുകയറ്റത്തെ കോൺഗ്രസ് വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. അതിന്റെ പ്രത്യാഘാതം ഫലം വരുമ്പോൾ കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ജൂൺ 4 മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും കരുത്ത് കാട്ടുമെന്നാണ് LDF ക്യാമ്പിന്റെ ഉറപ്പ്. അവർ നിരന്തരം അങ്ങനെയാണ്. എത്ര വലിയ പരാജയത്തിന്റെ പടികുഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും തങ്ങൾ വിജയിക്കും, തങ്ങൾ മുന്നേറുമെന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മറ്റ് മുന്നണികൾ ഒരുപക്ഷെ കണ്ടുപഠിക്കേണ്ട വിധത്തിലുള്ള ആത്മവിശ്വാസമാണ് കേരളത്തിന്റെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തരൂരിന്റെ വോട്ട് ബാങ്കുകളെ പകുത്തു എന്ന് തന്നെയാണ് NDA കൃത്യമായി വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ വമ്പിച്ച ഭൂരിപക്ഷം തങ്ങൾ നേടുമെന്നും കഴക്കൂട്ടത്തും തിരുവനന്തപുരം സെൻട്രലിലും മുന്നേറ്റം ഉണ്ടാകുമെന്നുമാണ് BJPയുടെ കണക്ക്. തീരദേശ മേഖലയിൽ സിറ്റിംഗ് MP ആയ ശശി തരൂരിനോട് വലിയ തോതിലുള്ള എതിർപ്പ് അല്ലെങ്കിൽ ശശി തരൂർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. ഇത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമാകുമെന്നുകൂടി NDA ക്യാമ്പുകൾ കണക്ക് കൂട്ടുന്നു. എത്ര കൂട്ടിയാലും കിഴിച്ചാലും ജയിക്കുന്ന ആൾക്ക് ഒരു 20,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം ഉയർത്താൻ സാധിക്കില്ല എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം അത്ര കണ്ട് കഠിനമായ മത്സരമായിരുന്നു, ശക്തമായ ത്രികോണ മത്സരം തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്. പക്ഷേ ഈ തീരദേശ മേഖല ആരെ തുണയ്ക്കും എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ NDAക്ക് വലിയ പ്രതീക്ഷകളുള്ളത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി NDAക്ക് കൃത്യമായ മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് അവർക്ക് വിത്തിട്ട് നൽകിയതാവട്ടെ നിർമ്മല സീതാരാമനും മോദിയും ഒക്കെ തന്നെയാണ്.